കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സാക്ഷ്യങ്ങൾ ജൂൺ മാസത്തെ കൃപാസനം പത്രത്തിൽ നിന്നുള്ളതാണ്. ആദ്യത്തെ സാക്ഷ്യം ആശ അനീഷ് കലവൂർ കോതമംഗലത്തിൻ്റെതാണ്. കൃപാസനം ഓൺലൈൻ മെരിയൻ ഉടമ്പടി ധ്യാനത്തിൽ കർത്താവ് ചെയ്യുന്ന വൻ കാര്യങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള സാക്ഷ്യം ഇങ്ങനെയാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ വന്നു. അത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞ് വയറ്റിൽ ഉള്ളതുകൊണ്ട് 9 മാസവും ഉള്ളിൽ ട്യൂബ് ഇട്ട് ഇരിക്കാൻ പറഞ്ഞു. ട്യൂബ് ഇടുന്നതിന് അനസ്തേഷ്യ തരേണ്ടതുകൊണ്ട് അവർ കുഞ്ഞിൻ്റെ കാര്യം റിസ്ക് ആണെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ബ്ലഡ് കോട്ടായി യൂട്രസിൽ പല സ്ഥലത്തും കിടക്കുന്നുണ്ടായിരുന്നു. യൂറിൻ ബ്ലഡ് നിറത്തിൽ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വെള്ളം കുടിക്കാൻ പറ്റാത്ത വിധം ഛർദിയും ആയിരുന്നു. വേദന വരുമ്പോഴെല്ലാം ഞാൻ ഓൺലൈനിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന കാണുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി കല്ല് പൂർണ്ണമായി മാറുകയും ഒരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. മറ്റൊരു സാക്ഷ്യം ഷീബ സജി പയ്യാനിത്തോട് പാലയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉടമ്പടി എടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത്. എൻ്റെ ഭർത്താവിന് ശക്തമായ നടുവേദന വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുവാനും ഇരിക്കുവാനും ഒന്നും സാധിച്ചിരുന്നില്ല. എക്സ്റേ എടുത്തപ്പോൾ നട്ടലിൽ 3 പൊട്ടലും ഇരു സൈഡിലുമായി റിബ്സിൽ 2 പൊട്ടലും കാണപ്പെട്ടു. പെറ്റ് സ്കാനും MRIയും ഒക്കെ ചെയ്തപ്പോൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ മൈലോമ എന്ന അസുഖത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. RCCയിലേക്ക് വിട്ടു. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ ആണെന്നും 75% അൺവാണ്ടഡ് സെൽസ് ആണ് മജ്ജയ്ക്കുള്ളിൽ എന്നും പറഞ്ഞു. കീമോയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്തു. കുറവില്ലാതായപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. വീണ്ടും ബോൺമാര് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ അണുക്കൾ ഇല്ലെന്നും പൂർണ്ണമായി സുഖപ്പെട്ടുവെന്നും ഡോക്ടർ പറഞ്ഞു. വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യം തന്നെയാണ് ഷീബ സജിയുടേത്. മറ്റൊരു സാക്ഷ്യം മേരി ജിജി കീച്ചേരി എറണാകുളത്തിൻ്റെതാണ്. 13 വർഷമായുള്ള രോഗദുരിതം ഉടമ്പടിയിലൂടെ നീങ്ങിപ്പോയ സാക്ഷ്യം. എനിക്ക് 21 വർഷമായിട്ട് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. 13 വർഷമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പരിശമ്മയോട് പറഞ്ഞു, 13 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ ബോക്സും മരുന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഇനി അത് ഉപയോഗിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചു. ഇനി ഒരു ശ്വാസതടസ്സം എനിക്കുണ്ടായാൽ അത് അമ്മ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം നെറുകയിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നീട് ഇതുവരെ എനിക്ക് ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ല എന്നുള്ള അത്യുജ്വലമായ ഒരു സാക്ഷ്യം തന്നെയാണ് മേരി ജിജിയുടേത്. മറ്റൊരു സാക്ഷ്യം ജോജി കാഞ്ഞൂർ എറണാകുളത്തിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: തീയുടെ വെളിച്ചത്തിൽ ഞാൻ കൃപാസന മാതാവിനെ കണ്ടു. പിന്നെ എൻ്റെ ക്യാൻസർ രോഗത്തിന് സംഭവിച്ചത്. എനിക്ക് കടുത്ത നടുവ് വേദന മൂലം പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വലത് കിഡ്നിയിലും സ്പൈനൽ കോഡിനോട് ചേർന്നും 3 ചെറിയ സിസ്റ്റുകൾ കാണപ്പെടുകയും കിഡ്നിയിലെ സിസ്റ്റ് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസർ ആണെന്നും സ്പ്രെഡ് ആയെന്നും ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് മയങ്ങുന്ന സമയം പെട്ടെന്ന് എന്തോ തീ കത്തുന്ന പോലൊരു സൗണ്ട് കേൾക്കുകയും അതിൽ കൃപാസനം മാതാവിൻ്റെ രൂപം കാണുകയും ചെയ്തു. പിന്നെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ നടുവിനെ സൈത്ത് പൂശിയിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. വീണ്ടും ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഒരു അസുഖവും ഇല്ലെന്നും എല്ലാം നോർമൽ ആയെന്നും പറഞ്ഞു. എത്ര മനോഹരമായ അതിശയകരമായ ഒരു സാക്ഷ്യം തന്നെയാണിത്. ക്യാൻസർ പോലും പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ
മാറിപ്പോകുന്ന ഒരു അവസ്ഥ. മറ്റൊരു സാക്ഷ്യം ബിൻസി പാലക്കാടിൻ്റേതാണ്. കേരളത്തിൽ 14 ജില്ലകളിലും പോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ദമ്പതികൾക്ക് സംഭവിച്ചത്. വിദേശത്തായിരുന്ന ഭർത്താവിനെ കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടു നാട്ടിൽ പോന്നപ്പോൾ ഞങ്ങൾ 14 ജില്ലകളിലും പോയി പ്രേക്ഷിത പ്രവർത്തനം നടത്തി. 6 മാസം കഴിഞ്ഞ് വേറൊരു ജോലി കിട്ടിയെങ്കിലും അവിടെയും ശമ്പളം കിട്ടാതെ വന്നു. ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടപ്പോൾ 30 ദിവസത്തിനുള്ളിൽ ഭർത്താവിന് കിട്ടാനുള്ള പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ ഭർത്താവിനെ വിളിച്ചിട്ട് 15 ദിവസത്തെ വ്യത്യാസത്തിൽ ഡേറ്റ് ഇട്ടുകൊണ്ട് 2 ചെക്ക് കൊടുത്തു. ഞങ്ങൾക്കുണ്ടായിരുന്ന കടബാധ്യത അടച്ചു തീർക്കാൻ പറ്റാതെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടപ്പോൾ കടം വീട്ടാൻ നിനക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് 2-3 ചിട്ടിയുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 19-ാം തീയതി എന്ന് കാണിക്കുന്നുണ്ട്, നീ സന്തോഷമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അന്ന് തന്നെ കുറി വീണ് കിട്ടുകയും കടബാധ്യത തീർക്കാനും സാധിച്ചു എന്ന സാക്ഷ്യമാണ് ബിൻസി പാലക്കാടിൻ്റേത്. കൃപാസനം അമ്മ ഇന്നും കൃപ ചൊരിഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ നിൽക്കുന്നു. അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ നമ്മുടെ സഹായത്തിന് മാധ്യസ്ഥം വഹിക്കും എന്നതിന് യാതൊരു സംശയമില്ല എന്ന് ഈ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു. മറ്റൊരു സാക്ഷ്യങ്ങളുടെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.